അമ്മേ വേഗം വാ, കത്തുണ്ടെന്ന് തോന്നുന്നു. ചേച്ചിയുടെ കത്താണോ മോളെ? അല്ല, കുറിക്കമ്പനിന്നാ. തവണ മുടങ്ങിയത് വേഗം അടയ്ക്കാൻ. ഈശ്വര, എന്റെ മോക്ക് എന്താ പറ്റിയേ? അമ്മേ വേഗം വന്ന്, പുറത്തുനിന്നുള്ള നമ്പറാ. ഹലോ ഹലോ, അശ്വതിയുടെ വീടല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ സൗദിന്നാ. എനിക്ക് അശ്വതിയെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ അറിയാനാ. സൗദിന്നാ. ഹലോ, ആരാ സംസാരിക്കുന്നേ? എന്റെ മോൾ എവിടെയാ? അവളെന്താ വിളിക്കാത്ത? അശ്വതിയുടെ അമ്മയല്ലേ? അശ്വതി നാട്ടിലോട്ട് അവസാനമായി വിളിച്ചത് എപ്പോഴായിരുന്നു? അയ്യോ, അവക്ക് എന്താ പറ്റിയത്? എന്റെ മോടെ ശബ്ദം കേട്ടിട്ട് ഇപ്പൊ മാസം 5 ആഴ്ചയിൽ ഒരിക്കൽ ഇവിടേക്കും അവിടെ ഭർത്താവിന്റെ വീട്ടിലേക്കും മുടങ്ങാതെ വിളിച്ചോണ്ടിരുന്ന കുട്ടിയെ 2 മാസം കൃത്യമായിട്ട് പൈസ അയച്ചോണ്ടിരുന്നു. ഇപ്പൊ വിളിയുമില്ല, കത്തുമില്ല. അവളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്, കിട്ടുന്നുമില്ല. എന്താ എന്റെ മോക്ക് പറ്റിയേ? ആരാ നിങ്ങള്? ഞങ്ങൾക്ക് അവിടെ കാശും പണവും ഒന്നും വേണ്ട. ജീവനോട് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഹലോ, റസാഖ് പറ. അതെയോ, വിളിച്ചോ? എന്താ അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ? അതെയോ, ഇവിടുത്തെ പത്രത്തിൽ വാർത്ത വന്ന കാര്യം താൻ അറിയിച്ചോ? 5-6 മാസമായിട്ട് യാതൊരു വിവരമില്ലാത്ത മകളെ പറ്റി ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെയാ പറയാ? എന്തായാലും നാളെ ഞാൻ ബുറൈദ് വരെ പോകുന്നുണ്ട്. സ്പോൺസറുടെ വീട്ടിൽ കയറി നേരിട്ട് അന്വേഷിച്ച് കളയാം. അന്വേഷണ റിപ്പോർട്ട് അപ്പം അറിയിക്കാം. സൺഡേ കോളം തികച്ചില്ലെങ്കിൽ തന്റെ പണി പോകുന്ന കേസല്ലേ? റസാഖെ, 3 കോളം 4 സെന്റിമീറ്റർ തയ്ക്കാൻ പറ്റിയ ഒരു വാർത്ത കൂടി കിട്ടുമോ? വിചാരിച്ച പരസ്യം വന്നില്ല. ഞാനൊരു ചാന്ത് ഭാഷയെ പറ്റി പറഞ്ഞില്ലേ, അത് കൊടുത്തോളൂ. അതൊക്കെ ഒരു വാർത്തയാണോടോ? പത്രക്കാർക്ക് പോലും നിങ്ങളുടെ ചാന്ത് ഭാഷ ഒരു വാർത്തയല്ല. അയാളെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്നു. ഇനി ഞാനെന്ത് ചെയ്യാനാ? അയാളെ ഇനി ക്യാമ്പിൽ നിർത്താൻ പറ്റില്ല. നാട്ടിലേക്ക് വിളിച്ചപ്പോ തിരിച്ചയക്കണമെന്ന് അയാളുടെ ഭാര്യ പോലും പറഞ്ഞിരിക്കുന്നത്. അതെന്താ? കണ്ടോ, ഇയാൾ ഒരുപാട് തിന്നും. 4 പണിക്കാർ കഴിക്കണ ഭക്ഷണം ഇയാൾ ഒരു നേരം ഒറ്റയ്ക്ക് കഴിക്കും. ഞങ്ങളും അടുത്ത് ഉപ്പും മുളകും കൂട്ടി വായിക്ക് പിടിക്കുന്ന എന്തും തിന്നാൻ കിട്ടുമോ? ഇതൊരുമാതിരി തവിട് തിന്നുന്ന പോലെ ഉണ്ട്. അത് ശരി, ഇന്നിവിടെ ആക്കി ഒറ്റ പോക്കായിരുന്നല്ലേ? ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ദിവസം 3 ഒരുത്തരും തിരിഞ്ഞു നോക്കാനില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞേക്കാം, വായിക്കും വയറിനും പിടിച്ച് എന്തെങ്കിലും തിന്നാൻ കിട്ടാതെ ഇവിടെ ആൾക്കാർ എന്നെ കൊണ്ട് കിട്ടൂല. കുറച്ച് കാശ് കൊടുത്തു വെച്ചാല്. അതെ, വാങ്ങുമ്പോഴേ സിഗരറ്റുള്ളത് കൂടി ചേർത്ത് വാങ്ങണം, മനസ്സിലാണോ? ഈ പ്ലാസ്റ്റർ ഒന്ന് വെട്ടിക്കോട്ടെ ചന്ത ഭാഷ. ഡീപ്പോർട്ടേഷനിലെ കാര്യങ്ങൾ അപ്പോഴേക്കും ശരിയാക്കാം. ഏയ്, നാട്ടിൽ പോവാനൊന്നല്ല, ബിരിയാണി കഴിച്ചിട്ട് നീക്കുപോക്ക് ഉണ്ടെങ്കിലേ പോവാവൂ. വരണ വെള്ളിയാഴ്ച ക്യാമ്പിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. കമ്പനിയുടെ പണിക്കാരല്ലാത്ത ഒരാളെ ക്യാമ്പിൽ കണ്ട എന്റെ ജോലി പോകും. അതിന് ഞാൻ എന്ത് ചെയ്യാന്? റസാഖ, എന്തെങ്കിലും ഒരു മാർഗം കാണണം. പാസ്പോർട്ട് ഇക്കാമയില്ലാത്ത ഒരാളെ മോളിൽ കയറ്റി താഴെ വീഴ്ത്താൻ ഞാൻ പറഞ്ഞു. ഒരു അബദ്ധം പറ്റിയതാ. റസാക്ക എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. പിന്നെ വേസ്റ്റ് സാധനങ്ങൾ ഏറ്റെടുക്കല്ലേ റസാക്കട പണി. എങ്ങോട്ട് വന്നേക്കാം. അല്ല, റസാക്ക പോയാ നിങ്ങൾ 2 ദിവസം കൂടെ അയാൾ ഇവിടെ താമസിപ്പിക്കും. അതിനിടയിൽ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. روح من هنا، ما ابغي اسمع شيء. هذه الخدامه اساءت لسمعتي. روح. صديق، لو في كانت من هندي لازم انا يعرف. انا يجي من سفاره. لا تتكلم ولا كلمه، ما ابغي اسمع شيء من المليباري. انت كمان خربان وكل الهنود خربانين، والا ابلغ الشرطه. get lost. എന്തായി, വല്ല തുമ്പും നടഞ്ഞോ? അറബിയിലും മുട്ടൻ തെറികളുണ്ടെന്ന് ഇന്നാ മനസ്സിലായത്. പോയത് അങ്ങേരുടെ മുതലല്ലേ, പിന്നെ തെറി പറയാതിരിക്കൂ. ആ അറബിയുടെ പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട
ആരെങ്കിലും വഴി അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും. എന്നിട്ട് എന്നാത്തിനാ ആ അജിത്ത് മേനോന് പത്രത്തിലിടാൻ ഒരു വാർത്തയും കിട്ടും, റസായക്കാടെ പോക്കറ്റിൽ കിടന്ന കുറച്ച് റിയാൽ പോയും കിട്ടും. അജിത്തിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമല്ല വർഗീസ് ചെയ്ത്. ആ സ്ത്രീ നിരപരാധിയാണെങ്കിലോ എങ്കിൽ ഈ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും കൂടി കാരണം കാണും. انت مسلمة الله ما يغفر لك اللي عملتيه. انت لو خربتي سمعة اهلك اقتلك. بابا اضربها اكتبها. وينك يا حيوان؟ انا اترك عشان انت معنا من 10 سنين. ايوه ما ابغي اشوفك هنا ثاني. روح من هنا ولا اسلمك للشرطه. روح. اللي جوا ما تعطيني حتى مويه. ഫാത്തിമ, അവരെല്ലാം ഉറങ്ങി. അക്കുൽ, നോ ഫുഡ് പ്രോബ്ലം. അക്കുൽ روحي هنا وإلا أنت في مشكلة. എന്റെ കുഴപ്പം ഒന്ന് പറഞ്ഞല്ലേ, ഞാൻ രണ്ടുപേരും കേട്ടില്ല. ഹലോ ഉസ്മാൻ. ഹലോ പെങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റി, അതിന് കിട്ടുകയും ചെയ്തു. ഇപ്പൊ ആ പാവം പെണ്ണിന്റെ കാര്യം ഓർത്തിട്ടാ. അവൾ അവിടെ ഇട്ട് കൊന്നുകളയും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പുറത്തു കിടന്ന അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ. പെങ്ങൾ അവളെ പുറത്ത് ചാടാൻ ഒന്ന് സഹായിക്കണം. ചാടാനോ? അവരെങ്ങാനും അറിഞ്ഞ? ഇപ്പൊ ചാടിയാൽ ആരും അറിയില്ല. ഞാനിപ്പോ വീടിന് പുറകിലുണ്ട്. പ്ലീസ് പെങ്ങളെ, ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ മുറിയിലെ AC മാറ്റിയ ഹോള് കാർബോർഡ് വച്ച അടച്ചിരിക്കുന്നത്. അത് തുറന്ന് പുറത്തേക്ക് കടന്ന വീടിന്റെ പുറകിലെത്താം. ഞാൻ ആ ഭാഗത്തുണ്ട്. ഫാത്തിമയ്ക്കൊന്ന് കൊടുക്കോ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഹലോ ഉസ്മാൻ.